കുറച്ച് ദിവസങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പേരാണ് ധവളപത്രം. എന്താണ് ധവളപത്രം? ധവളപത്രം എന്നത് ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചോ പ്രശ്നത്തെക്കുറിച്ചോ സർക്കാർ അല്ലെങ്കിൽ ഒരു സംഘടന പുറത്തിറക്കുന്ന ഔദ്യോഗികവും വിശദവുമായ റിപ്പോർട്ടാണ്. സാധാരണയായി കേരളത്തിൽ ഒരു പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോഴോ അല്ലെങ്കിൽ നിലവിൽ ഭരണകാലത്ത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോഴോ ആണ് ധവളപത്രം പുറപ്പെടുവിക്കാറുള്ളത്. ധവളപത്രത്തിന്റെ പ്രാധാന്യം എന്ത്? 1. മുൻ സർക്കാരിന്റെ സാമ്പത്തിക നില വെളിപ്പെടുത്താൻ. മുൻ സർക്കാർ സംസ്ഥാനത്തെ കടക്കെണിയിലാക്കിയെന്നും ഖജനാവ് ശൂന്യമാണെന്നും കണക്കുകൾ സഹിതം ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. 2. കടുത്ത തീരുമാനങ്ങൾക്ക് ജനങ്ങളെ സജ്ജരാക്കാൻ. നികുതി വർധനവ്, ആനുകൂല്യം വെട്ടിക്കുറയ്ക്കൽ അല്ലെങ്കിൽ സർക്കാരിന്റെ ചെലവുകൾ ചുരുക്കൽ തുടങ്ങിയ കടുത്ത സാമ്പത്തിക പരിഷ്കാരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് സർക്കാർ ധവളപത്രം ഇറക്കുന്നു. 3. പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രതിരോധം. ഭരണപക്ഷം ധവളപത്രം ഇറക്കുമ്പോൾ പ്രതിപക്ഷം അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുന്നു. സർക്കാരിന്റെ പരാജയം മറച്ചുവെക്കാനും മുൻ സർക്കാരിന്റെ മേൽ കുറ്റം ചുമത്താനുമുള്ള വെറും രാഷ്ട്രീയ നാടകം മാത്രമാണ് ധവളപത്രം എന്ന് പ്രതിപക്ഷം പറയുന്നു. ഇതുവരെ ധവളപത്രം ഇറക്കിയത് 1987 ഇ.കെ. നായനാർ സർക്കാർ, 2001 എ.കെ. ആന്റണി സർക്കാർ, 2011 ഉമ്മൻചാണ്ടി സർക്കാർ, 2016 ഒന്നാം പിണറായി വിജയൻ സർക്കാർ, 2026 വി.ഡി. സതീശൻ സർക്കാർ. ഇപ്പോൾ മനസ്സിലായില്ലേ നാം ഡെയിലി ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ധവളപത്രം എന്താണെന്ന്?